റോഡുകളുടെ അപര്യാപ്തത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു റോഡ് സുരക്ഷയെക്കുറിച്ചിട്ടുള്ള ഒരു പരസ്യം, റേഡിയോ പരസ്യം എപ്പോഴും കേൾക്കുന്നതാണ്. ഇങ്ങനെ കിച്ചണിൽ നിന്ന് ഓരോ ജോലി ചെയ്യുമ്പോൾ റേഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പരസ്യം എപ്പോഴും ശ്രദ്ധയിൽപ്പെടും. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, എന്തിനാ ഈ അപര്യാപ്തത എപ്പോഴും ഇങ്ങനെ അപര്യാപ്തമാണ് എന്ന് പറയുന്നത്? ആ അപര്യാപ്തത നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ലേ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരാറുണ്ട് കേട്ടോ. അപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സുധീരമായ ഒരു നിലപാട് നമ്മുടെ ഗതാഗത വകുപ്പ് എടുത്തിട്ടുണ്ട്. അതായത് ട്രാഫിക് റൂൾ വയലേറ്റ് ചെയ്യുന്ന അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുക എന്നുള്ളത് എന്തായാലും വളരെ സുധീരമായ ഒരു നടപടിയാണെന്ന് പറയാതെ രക്ഷയില്ല. ട്രാഫിക് വയലേഷൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ റെഡ് ലൈറ്റ് കട്ട് ചെയ്യുക, പിന്നെ ഡ്രങ്കൺ ഡ്രൈവിംഗ്, പിന്നെ ഓവർ സ്പീഡിങ്, ഇങ്ങനെയൊക്കെ പറയണ, ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുക, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മളുടെ നിരത്തുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു റോഡ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ട്രാഫിക് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ അറിയാൻ പാടില്ലാത്തൊരു വേർഡ് തന്നെയാണത്. തോന്നുന്ന പോലെ വണ്ടി ഓടിക്കും, എവിടെ വെച്ചോ ഏത് ഏരിയ ആണെങ്കിലും. നമുക്ക് നോ ഹോൺ സോൺ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. എവിടെ വെച്ചിട്ടാണെങ്കിലും ഹോൺ അടിച്ച് തകർക്കും, എവിടെ വെച്ചിട്ട് വേണമെങ്കിൽ സ്പീഡ് കൂട്ടും, കള്ളു കുടിച്ചിട്ടാണെങ്കിലും വണ്ടി ഓടിക്കും. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഇഷ്ടംപോലെ ആക്സിഡൻസും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിധി വരെ തടയിടാൻ വളരെ ഉപകരിക്കുന്ന ഒരു നിയമമാണ് ഈ പറഞ്ഞ, അതായത് 5 ട്രാഫിക് ഓഫൻസ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നുള്ളത് വളരെ നല്ല തീരുമാനം. പക്ഷേ വേറൊരു സൈഡും കൂടെ, ഇതിനോട് അനുബന്ധമായിട്ട് ഒരു റിപ്പോർട്ട് ഞാൻ വായിക്കാനിടയായി. അതായത് നമ്മളുടെ സ്റ്റേറ്റിൽ, നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 1.1 കോടി വാഹനങ്ങളും 92 ലക്ഷത്തോളം ലൈസൻസും ഉണ്ടത്രേ. പക്ഷേ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആകെയുള്ളത് ഏകദേശം 2500-നടുത്താണ് എംപ്ലോയീസ് ഉള്ളത്, ജോലിക്കാരുള്ളത്. അതിൽ തന്നെ നിരത്തിലിറങ്ങി ഈ ഗതാഗത റൂളുകളൊക്കെ, ട്രാഫിക് റൂൾസ് വയലേറ്റ് ചെയ്യുന്നവരെ പിടിക്കാനും അവർക്ക് ഫൈൻ കൊടുക്കാനും റൈറ്റുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം വെറും 700-ൻ്റെ അടുത്ത് മാത്രം. ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോകും, എത്ര സുന്ദരമായ നടക്കാത്ത സ്വപ്നം എന്ന്. ഏതൊരു രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് ഏറ്റവും ആവശ്യം വേണ്ടുന്ന ഒരു കാര്യമാണ് റോഡ്. റോഡിലെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതം പോലും വളരെ സ്മൂത്തായിട്ട് തന്നെ മുമ്പോട്ട് പോകും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ റോഡിലെ നമ്മൾ ഒരു സ്ഥലത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുകയും സമയം മുഴുവനും റോഡിൽ കളയുക, അത് പല പല കാരണങ്ങൾ കൊണ്ടാണ്. ആ റോഡിൽ കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും വിലപ്പെട്ട സമയം, ഒരാളുടെ മാത്രമല്ല എല്ലാവരുടെയും വിലപ്പെട്ട സമയമാണ് വെറുതെ ഈ നിരത്തുകളിൽ പാഴായി പോകുന്നത്. അപ്പോൾ ഇത്ര വളരെ ശക്തമായിട്ടുള്ള ഒരു തീരുമാനമാണ്, ഒരു നിയമമാണ് ഇപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ ഡയറക്റ്റീവ്സിൽ ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തിരിക്കുന്നത്. പക്ഷേ ആ തീരുമാനം നടപ്പാക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് വെറുതെ ഈ റൂള് മാത്രം വന്നിട്ട് കാര്യമില്ല. ആ റൂള് നടപ്പാക്കണമെങ്കിൽ അവർക്ക് എംപ്ലോയീസ് വേണം. കാരണം ഇപ്പോഴും നമ്മൾ പല വർക്കുകളും മാനുവലാണ് നടക്കുന്നത്. ഒരിക്കലും ഒരു സിസ്റ്റം അപ്ഗ്രഡേഷനോ അതിനെ കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടറൈസ് ചെയ്യാനോ ഉള്ള ഒരു സംവിധാനം നമുക്ക് ഇതേവരെ ആയിട്ടില്ല. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ ആക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഫുള്ളി ഇപ്പോഴും കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയിട്ടില്ല. അല്ലെങ്കിൽ സിസ്റ്റം തമ്മിലുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള കണക്ഷനോ ഒന്നും തന്നെ ആയിട്ടില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് ഈ നിയമം ഇവിടെ ബാധകമാക്കണം എന്നുണ്ടെങ്കിൽ പറയാൻ എളുപ്പമാണ്, പക്ഷെ ബാധകമാക്കണം എന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള എംപ്ലോയീസ് ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതൊരു റിക്വസ്റ്റാണ്, ഒരു സാധാരണക്കാരിയുടെ ഒരു റിക്വസ്റ്റാണ്. ആ ജോലി മോട്ടോർ വെഹിക്കിൾസ് MVDA ആ ജോലി സുഗമമായി ചെയ്യാൻ സഹായിക്കുന്ന വിധത്തിൽ കുറച്ച് അപ്പോയിൻമെൻറ്റ്സ് നടത്തി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക് ജോലി കിട്ടും. അറ്റ് ദ സെയിം ടൈം നിരത്തിൻ്റെ പ്രശ്നമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ട്രാഫിക്കിൻ്റെ പ്രശ്നം ഒരു തരത്തിൽ, കാരണം പേടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഡിസിപ്ലിൻ നമ്മൾ ഒരിക്കലും ഫോളോ ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അത് അംഗീകരിക്കില്ല. അപ്പോൾ ഇതേപോലെ ഫൈനും കർശനമായ നിയമനിർമ്മാണവും ആ നിയമം പാലിക്കാനും ബാധ്യസ്ഥരാകുമ്പോൾ നിരത്തുകളിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ, അതായത് ഗതാഗതത്തിൻ്റെ പ്രശ്നങ്ങൾ, ഈ വയലേഷൻസ് അതിൻ്റെ തോത് വളരെയധികം കുറഞ്ഞു വരും. എന്ന് മാത്രമല്ല ഇതൊരു റവന്യൂ അല്ലേ. ഇപ്പോൾ ആരെങ്കിലും അതങ്ങനെ എന്തെങ്കിലും വയലേഷൻസ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ അത് പൊതുജനത്തിന് ഉപകാരപ്രദമായ രീതിയിൽ, സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിനെ കൊടുക്കുക, മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഒരു എംപ്ലോയീസിനെ കൊടുക്കുക. അറ്റ് ദ സെയിം ടൈം അവരെ ഈ നിയമം പാലിക്കാൻ അല്ലെങ്കിൽ ഈ നിയമം ബാധകമാക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് ഒരു സാധാരണക്കാരിയുടെ. കാരണം റോഡിൽ എപ്പോഴും കാണുന്നതാണ്, അനുഭവിക്കുന്നതാണ് നമ്മളിതെല്ലാം, ഈ ട്രാഫിക് വയലേഷൻസ്. അതുകൊണ്ട് പലരും ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു വ്യത്യാസം നമുക്ക് വേണ്ടേ, ഓരോരുത്തരും ഉണർന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ സർക്കാരും നമ്മളുടെ ഒപ്പം നിൽക്കുക, സാധാരണക്കാരുടെ ഒപ്പം നിൽക്കുക, ഒരു റിക്വസ്റ്റാണ്.